ഹലോ, ഇത് നമ്മൾ ചെറിയൊരു സർജറി വീഡിയോ കേട്ടോ. അത് മേജർ സർജറി ഒന്നുമില്ല, ചെറിയൊരു മൈനർ സർജറി. അതായത് നമുക്ക് ജനുവരി 3-ാം തീയതി നിങ്ങളിപ്പം ഞാനിപ്പോ വീഡിയോ ചെയ്യുന്ന കാര്യം പറയാം. ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ അത് ജസ്റ്റ് അതിന്റെ എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കാൻ ഞാൻ ജസ്റ്റ് പറയുന്നത്. അതായത് വിസ്ഡം ടൂത്ത് റിമൂവൽ സർജറി എന്ന് പറയും. അതായത് നമ്മുടെ അണപ്പല്ലില്ലേ, അതിന്റെ എക്സ്റേ അവിടെ ഒന്നെങ്കിൽ ഇത് കഴിയുമ്പോൾ ഒരു വീഡിയോ ഉണ്ടാവും. കുറച്ച് വീഡിയോസ് ഞാൻ അന്നേരം എടുത്ത് ഓപ്പറേഷൻ്റെ ഒക്കെ സമയം നമ്മൾ പോകുമ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിക്കും, അതിനോട് കാണിക്കാം. ഇപ്പൊ സൈഡ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ടാവും ഞാൻ. അത് നമ്മുടെ നമ്മളുടെ ലാസ്റ്റ് പല്ല് വരില്ലേ, ലാസ്റ്റ് വിസ്ഡം ടൂത്ത്, അത് നമ്മുടെ ബാക്കിയുള്ള പല്ലേക്ക് ഇടിച്ചു കയറി പോകാറുണ്ട് ചില കേസുകളിൽ, ചിലവർക്കൊക്കെ. എനിക്ക് അങ്ങനെ വന്നേട്ടോ. എന്റെ ഇവിടത്തെ ഒക്കെ മേളത്തിൽ രണ്ടും ചെറിയൊരു വളവണ്ണം തോന്നുന്നത്, നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ഇവിടുത്തെ രണ്ടും, അതായത് താഴത്തെ റോയിലെ രണ്ടെണ്ണം ഇങ്ങനെ നമുക്ക് ഇപ്പുറത്തെ പോലെ നല്ല ഇടിച്ചു കയറിയിരിക്കുക. അപ്പൊ അതിൽ ഒരെണ്ണം ഇപ്പൊ എടുത്തു. ഇതിപ്പോ നമ്മൾ എടുക്കുമ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താ. അതായത് നമ്മുടെ മാർച്ച് ഇപ്പൊ 10 കഴിഞ്ഞു തോന്നുന്നു. അതെ, 10 മാർച്ച് 8 മാർച്ച് നമ്മള് ഓപ്പറേഷൻ കഴിഞ്ഞ ജനുവരി 3-ാം തീയതി നമ്മുടെ വണ്ടാന ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ സർജറി. അത് മറ്റേ ഡെന്റൽ കോളേജിൽ തന്നെ അവർക്ക് പോയി വണ്ടാനത്ത് തന്നെ ചെറിയ റൂമുണ്ട്, മൈൻ റോയത്തിന്റെ റൂമുണ്ട്. അവിടെ നമ്മൾ സർജറി നടന്നത്. പിന്നെ നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസെല്ലാം കണ്ടിട്ട് നമ്മൾ അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം കണ്ടിട്ടു. അപ്പോഴേക്കും ബാക്കിയുള്ള റിവ്യൂസും പറയാം, എങ്ങനെയൊക്കെയായിരുന്നു എന്റെ മരുന്ന് കഴിച്ചിട്ടൊക്കെ എനിക്ക് കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ തലേദിവസത്തെ ജസ്റ്റ് ചെറിയ ക്ലിപ്പ് എടുത്ത് വെച്ചോട്ട് ഷേവ് ചെയ്തപ്പം നമ്മൾ രാവിലെ തന്നെ ആശുപത്രിയിൽ ചെന്നു. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ വിളിച്ചു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ആയിട്ട് അപ്പൊ കയറി നമ്മൾ പല്ലെടുത്തു. അവര് ഞാൻ മുമ്പ് പറഞ്ഞ അവര് ഡ്രില്ല് ചെയ്ത് കേട്ടെടുത്ത് അതിന് 2 പീസായിട്ട് വെച്ചേക്കുന്നത്. ഇതിപ്പോ ഞാൻ കാണിച്ച എന്റെ ചെവിയുടെ അവിടെ നിന്ന് മൊത്തം മരവിച്ചിട്ട് ഇരിക്കട്ടെ. ഇപ്പൊ ഈ നീര് കാണുന്ന ശരിക്കും സർജറിയുടെ എല്ലാം മരുന്ന് ഇഞ്ചക്ഷൻ തന്നേരാണ്. അതിന്റെ വേദന സഹിക്കാതെ വന്നപ്പോ ഞാൻ പോയി ഡോക്ടറിനെ കണ്ട് കാഷ്വാലിറ്റി പോയി ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. കുറെ എന്തൊക്കെയോ പാരസെറ്റമോളാന്ന് തോന്നുന്നു എടുത്തിട്ടുണ്ട്. ഇപ്പൊ വീഡിയോ വന്നപ്പോൾ നീര് നല്ലപോലെ കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ അത്ര അറിയത്തില്ല കേട്ടോ. അതാണ് നല്ല വേദന ഉണ്ട് കേട്ടോ. ആ സമയത്തൊക്കെ ചോരയൊക്കെ എനിക്ക് ചോരയുടെ വായ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവേ. അതുകൊണ്ട് ഞാൻ തുപ്പി 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 മടുത്തു. അതുകൊണ്ട് അങ്ങനെ ആയിപ്പോയി. പിന്നെ ഇതാണ് നമ്മുടെ കളർഫുൾ ഗുളിക. പിന്നെ ഇതിപ്പോ നമ്മൾ കുറുക്ക് കുടിച്ച്. പിന്നെ ഇപ്പം നമ്മുടെ ഡേറ്റ് സ്പീഡ് പറഞ്ഞു കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ കുറേ വീഡിയോസ് എടുത്തില്ല, നമ്മൾ തലറക്കമൊക്കെ അതുകൊണ്ട് ആണ് ഇതിപ്പോൾ ഡേറ്റ് നമുക്ക് ഇത്ര തുറക്കാൻ പറ്റത്തുള്ളൂ, മാക്സിമം ആണ് അത്. അത്ര തുറക്കാൻ പറ്റുള്ളൂ നമുക്ക്. ആണ് നീര് ഭയങ്കര നീരാണ് കേട്ടോ. ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നീര് ഒത്തിരി അറിയില്ല, ആണ് നല്ല നീരുണ്ട്. പിന്നെ അന്ന് ഉച്ചയ്ക്ക് നമ്മൾ പയറ് കഞ്ഞിയില്ലേ, അതാണ് നമ്മൾ കുടിച്ചത്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രോട്ടീനൊക്കെ മേത്തി അല്ലല്ലോ. ഇപ്പം ഉച്ചയാകുമ്പം പിന്നെ നീര് കൂടി വരും. പക്ഷെ നീര് പിന്നെ കുറച്ച് കഴിയുന്നതോടെ നമുക്ക് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലെ തോന്നും. അപ്പൊ എനിക്കതിനെ മുഖം കണ്ടിട്ട് വല്ലാത്തൊരു അവസ്ഥ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയണമല്ലോ. എന്നുവെച്ചാൽ എനിക്ക് തന്നെ എൻ്റെ മുഖം ഇച്ചിരി വികൃതമായി പോയതുപോലെ തോന്നിയായിരുന്നു ആ സമയത്ത്. പക്ഷെ നീര് കാണുന്നൊക്കെ നമുക്കറിയാം, അതുകൊണ്ട് തന്നെ നോർമലായിട്ട് പോകും. അപ്പൊ ജസ്റ്റ് ഞാൻ കുറെ വീഡിയോസ് കണ്ടാണ് അതിന്റെ. അപ്പം പറഞ്ഞ കുറച്ച് പോയിന്റ് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അന്നേരം ഇപ്പൊ കുറെ വീഡിയോസ് നമ്മൾ എടുത്തു വെച്ചായിരുന്നു. അപ്പൊ എന്തൊക്കെ എടുത്തു വെച്ചാൽ ഓർമ്മയില്ല. ഓക്കെ, ഏകദേശം ഒരാഴ്ച നമ്മളിപ്പോ ഓപ്പറേഷൻ ചെയ്ത അന്ന് എനിക്ക് ഭയങ്കര വേദന കേട്ടോ. വേദനയൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ കടിച്ചു പിടിച്ചിരുന്നാലും പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചെയ്തു. അപ്പൊ ഞാൻ പിന്നെ കുറെ നേരം അവിടെ ഇരുന്നു, ആശുപത്രി ഹോസ്പിറ്റലിൽ ഇരുന്നു. അയമ്മേന് ഭയങ്കരമായിട്ട് നീര് വെച്ചു. ഇഷ്ടംപോലെ ബ്ലഡ് വരലാട്ടോ, ഭയങ്കരമായിട്ട് ബ്ലഡ് പോയായിരുന്നു അന്നേരം. പക്ഷെ നോർമൽ അതിനകത്ത് നമ്മൾ സ്റ്റിച്ചിട്ട് വെച്ചേക്കല്ലേ, അപ്പൊ അതിൻ്റെതായ അത്യാവശ്യം ഡീപ്പിൽ നല്ലപോലെ കീറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ പറയാം, നമ്മൾ കീറി മരവിപ്പിച്ചു, പിന്നെ കീറി. പിന്നെ അവര് നമ്മളെ പല്ല് കണ്ടത്, പിന്നെ അവരുടെ ഡ്രില്ലിംഗ് മെഷീൻ പോലെ സംഭവമാണല്ലോ, ആ ഡ്രില്ല് വെച്ച് അവർ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തു എടുക്കുമായിരുന്നു. രണ്ടായിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്ത അതിന്റെ പല്ലിന്റെ ഫോട്ടോ, രണ്ടായിട്ട് കട്ട് ചെയ്ത പീസിന്റെ ഫോട്ടോ എന്റെ കിടപ്പുണ്ട്. അത് ഇട്ടിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗുളികയെല്ലാം എഴുതി തന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോ എല്ലാം കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഐസ്ക്രീം ഒക്കെ കഴിച്ചോണ്ടിരിക്കട്ടോ. അതിന് ഭയങ്കര വേദന, സഹിക്കാൻ പറ്റാത്ത വേദന. പിന്നെ എനിക്ക് തീരെ വേദന സഹിക്കാൻ, അതിന് മുമ്പ് വീട്ടിൽ വരുന്ന പോലെ വേദന സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഞാൻ പോയി നമുക്ക് ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പാരസിറ്റമോള് അവിടെ തന്നെ ഡോക്ടറിനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പാരസിറ്റമോളിന്റെ വേദന സഹിക്കാൻ വയ്യാതെ വന്നിട്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ബ്ലഡും പോയിട്ടുണ്ടായിരുന്നു.
അപ്പൊ നമ്മൾ പഞ്ഞ് കടിച്ചു പിടിച്ച് വെക്കുമ്പോൾ 5 മിനിറ്റ് ആകുമ്പോൾ പഞ്ഞ് മൊത്തം ഭയങ്കര വലിയ കെട്ട് പഞ്ഞ് വെച്ചിട്ടും ഭയങ്കരമായിട്ട് ബ്ലഡ് പോകുമായിരുന്നു. അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയായിരുന്നു കേട്ടാ. അതൊക്കെ ആയിട്ട് പിന്നെ പെട്ടെന്ന് ഞാൻ ആശുപത്രി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതൊരു നീര് വന്നിട്ടില്ലായിരുന്നു എനിക്ക്. വേനയുണ്ട്, പക്ഷെ നല്ലൊരു ബ്ലഡ് വേണം. പക്ഷെ പെട്ടെന്ന് അത് പക്ഷെ എന്തോ വായൊന്നും അനക്കി ഞാൻ. അപ്പൊ പെട്ടെന്ന് നീരും വന്നു, ഭയങ്കരമായിട്ട് പിന്നെ ബ്ലഡ് വന്നു. അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് പക്ഷെ അതൊക്കെ നോർമലാട്ടോ. പിന്നെ അപ്പം കൊണ്ട് ഇന്ന് ഒരു ഈ വശമായിട്ട് ചെയ്ത്. അപ്പൊ ഹനുമാന്റെ ഒക്കെ വായിരിക്കത് എന്ന് പറഞ്ഞു, അതേപോലെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം അങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ മേളിലേക്കൊക്കെ ആയിരുന്നു നീര്. അങ്ങനെയൊക്കെ വന്ന് പിന്നെ അടുത്ത ദിവസം അന്ന് വൈകുന്നേരം എന്റെ അപ്പൂപ്പനും അമ്മൂമ്മേനെ കാണാൻ വന്നു. അത് സർജറി അതുവരെ ഞാനിപ്പോ അങ്ങോട്ട് വല്ലേ പോകുന്നത്. അപ്പൊ അവന് ഇങ്ങോട്ട് കാണാൻ വന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ അവർ സംസാരിക്കുകയൊക്കെ ചെയ്ത് വേനൽക്കാലം മയങ്ങി പോയല്ലോ ഗുളികയുടെയൊക്കെ ഡോസ് കാരണം. മയങ്ങിയൊക്കെ ഇരിക്കുന്ന സമയം അതൊക്കെ. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ അപ്പൂനൊക്കെ കിടന്നുറങ്ങുമായിരുന്നു. എനിക്ക് ഓർമ്മയില്ല കേട്ടാ, കിടന്നുറങ്ങുമായിരുന്നു തോന്നുന്നു. അപ്പൊ അമ്മ ഒന്ന് വിളിച്ചിങ്ങനെ അവർ വന്നു പുറപ്പെ എഴുന്നേറ്റ് വന്ന് അതുകൊണ്ട് അവർ സംസാരിച്ചൊക്കെ അവർ ഇറങ്ങുന്നതും ഞാൻ വാദിക്കുന്നു. പിന്നെ ഇങ്ങനെ ഒറ്റ ആട്ടം നേരെ അങ്ങ് വീഴുമായിരുന്നു. അപ്പൊ അമ്മ ഉണ്ടായപ്പോ എനിക്ക് അമ്മനെ പിടിക്കുകയും ഇങ്ങനെ അങ്ങനൊക്കെ എന്തോ വീണ് പെട്ടെന്ന് അവിടെ. എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നത് അവിടെ പെട്ടെന്ന് തലകറങ്ങി വീണ്. പിന്നെ അവിടെ എനിക്കൊന്ന് ഇതൊരു 4 മണിയൊക്കെ ആകുമ്പോ പിന്നെ 1 മണിക്കൂറോളം തന്നെ കിടന്നു കേട്ടാ. എന്നുവെച്ചാൽ എനിക്ക് എഴുന്നേക്കാനൊന്നും പറ്റിയില്ല. കിടന്നു ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം. അമ്മപ്പനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് അകത്ത് കയറി കിടക്കാത്ത. ശനി പറ്റത്തില്ല എന്നുവെച്ചാൽ എനിക്ക് ഛർദ്ദിക്കാനും വരുന്നു. എനിക്ക് ആപ്പാടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറെ നേരം കിടന്നു. അപ്പൊ അച്ഛനപ്പം അവിടെ ഇല്ല, വീട്ടിലില്ലായിരുന്നു. അപ്പൊ അച്ഛൻ വന്നതിന് അച്ഛനെ പിടിച്ചെന്നെ ഹാളിൽ സോഫയെ കിടത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേക്കുന്ന എന്തോ ഈ ഹാളിൽ കിടത്തി 7 മണിയൊക്കെ അല്ല അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂറൊക്കെ ഉള്ളിൽ തന്നെ ഹാളിൽ കിടത്തി. പിന്നെ ഞാൻ എഴുന്നേക്കുന്നത് 8 മണിയോ 8:30 എങ്ങാണ്ടായപ്പോ എഴുന്നേറ്റ്. അപ്പൊ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഇപ്പം പിന്നെ കുറുക്കെന്തോ കഴിച്ചേട്ടാ. കുറുക്ക് എന്തൊക്കെയാണ് മറ്റേ റവയുടെ കുറുക്കില്ല, അതൊക്കെ എന്തോ എങ്ങനെ വെച്ചാൽ അതിന് കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോഴാണ് അടുത്ത തലറങ്ങി വീണ്. അത് ഈ വീഴുന്ന എനിക്ക് ബോധം പോകുന്നില്ല കേട്ടാ. പക്ഷെ ഇങ്ങനെ കണ്ണുമൊത്തി ഇരുണ്ട് കയറുക. എനിക്കൊന്നും പിന്നെ കാണാനില്ല. ഞാൻ കുറെ നേരം ഇങ്ങനെ കിടന്ന് അവസാനം എന്തൊക്കെ പിന്നെ മനസ്സിലായി, കണ്ണ് തുറന്നു. ഞാൻ പിന്നെ കണ്ണ് തുറക്കില്ല, കണ്ണ് കാണത്തില്ല ആ സമയത്ത്. എനിക്ക് അങ്ങനെ പ്രശ്നം. എനിക്ക് തലകറക്കം വന്നു കഴിഞ്ഞാൽ വൊമിറ്റിയൊക്കെ ചെയ്യണം, ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. എനിക്കൊരു വയ്യാഴി വന്ന പിന്നെ ഭയങ്കര വയ്യാഴിയായി പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ അതിന് അവിടെ തന്നെ കിടന്നുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നു. ഇങ്ങനെ ഇപ്പൊ ഇവിടെയൊക്കെ അല്ലേ, അപ്പൊ എങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ എങ്ങോട്ടോ കിടന്നുകൊണ്ട് ഫുഡ് കഴിക്കുമായിരുന്നു. എനിക്ക് പറയുമ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് സീനുകൾ ഓർമ്മ വരുന്നു. എനിക്ക് ഇത്ര താമസമുണ്ട്. അപ്പൊ അങ്ങനെ കിടന്നു കഴിച്ച് അതിന് പിന്നെ ഞാൻ എങ്ങനെയൊക്കെ വലിഞ്ഞു കുത്തി ഞാൻ പോയി കിടന്നു. അതിനിടയ്ക്കൊക്കെ തല ഇറങ്ങുന്നുണ്ട്, കുറെ വട്ടം തല ഇറങ്ങി. പിന്നെ ഞാൻ വലിഞ്ഞു കുത്തി പോയി കിടന്നു. അതൊക്കെയാണ് ആ ദിവസത്തെ കഥ. ഓക്കെ, അപ്പൊ ഇനി സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ആ ദിവസമൊക്കെ അങ്ങനെ പോയി. പക്ഷേ രാത്രി എനിക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല കേട്ടാ. എന്നുവെച്ചാൽ നല്ല വേദനയായിരുന്നു, ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഉറക്കമൊന്നും നോക്കൂല, നമുക്ക് റെസ്റ്റ് എടുക്കാന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊക്കെ പോയി മരുന്ന് കുറെ കഴിക്കാണ്ട് കേട്ടാ. അതിനൊക്കെ ഒരു ഇമേജ് ഞാൻ ഇട്ടിട്ടുണ്ടാന്ന് തോന്നുന്നു. മരുന്നൊക്കെ കുറെ ഉണ്ടായിരുന്നു, 5-6 മരുന്നെങ്ങാണ്ടുണ്ട്. അത് രാവിലെ ഉച്ചക്ക് പക്ഷെ 3 മരുന്നെങ്ങാണ്ട്. അങ്ങനെ കുറെ മരുന്നൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം രാവിലെ കുറെ മരുന്നുണ്ട്. അങ്ങനെയൊക്കെ കളർഫുൾ മരുന്നൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ പോയത്. പിന്നെ ഓരോരോ ദിവസവും ഇങ്ങനെ തലകറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നീര് കൂടി തുടങ്ങി. എനിക്ക് ഒരാഴ്ച എനിക്കൊന്ന് ഞാൻ ഓപ്പറേഷൻ ഒരു വെള്ളിയാഴ്ച ആയിരുന്നു തോന്നുന്നു. ജനുവരി 3 വെള്ളിയാഴ്ച സംതിങ് ആണ്. അപ്പം ഒരാഴ്ചയോളം ഞാൻ സ്കൂളിൽ പോയില്ല. അതിന് എനിക്ക് എത്ര വയ്യാതെ ഇരിക്കുന്നു, തലകറക്കമൊക്കെ ആയിട്ട് അപ്പാടെ പോകില്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ പറയാം. അങ്ങനെയൊക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ദിവസം ഇങ്ങനെ പോകുമ്പോഴും നല്ല വേദനയുണ്ട്. പക്ഷെ എനിക്ക് വേദന പറഞ്ഞ 2 സ്റ്റിച്ചാട്ടോ ഇട്ട്. 2 സ്റ്റിച്ചായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ അത് പിന്നെ തനിയെ അടുത്ത സ്റ്റിച്ച് പറഞ്ഞു. പക്ഷെ എനിക്ക് 2ാമത്തെ ദിവസവും കണ്ട് തന്നെ സ്റ്റിച്ച് പൊട്ടിപ്പോയായിരുന്നു. പക്ഷെ ഇതിങ്ങനെ ഇപ്പൊ ഭയങ്കര ഇങ്ങനെ ഇരിക്കുമോ നീര്, എനിക്ക് ഇത്രയും കാണും ഉണ്ടായിരുന്നു നീര് കേട്ടാ.
ആ ഫോട്ടോയ്ക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല നീരുണ്ട്. ഫോട്ടോയെ കാണുന്ന പോലെ അല്ല, അതിന്റെ ഇരട്ടി നീരുണ്ടായിരുന്നു. പിന്നെ അത് വെളിയിലോട്ട്, പിന്നെ അകത്തോടും നല്ല. എനിക്ക് വായന അടയ്ക്കാനും തുറക്കാൻ പറ്റില്ല. തുറക്കാണ്ട് എനിക്ക് ഈ ഈ ആദ്യമത്തെ ദിവസം ഈ ഒരു വിരല് കയറും, ഇങ്ങനെ കയറും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 4-ാമത്തെ ദിവസമായപ്പം 2 വിരല് കയറാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ 4 വിരൽ അകത്ത് കയറ്റണം പറഞ്ഞു. അമ്മാരി അപ്പൊ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ പതുക്കെ പതുക്കെ കൊച്ചുപിള്ളേര് കാല് വെക്കുന്ന നടക്കാൻ പഠിക്കുന്ന പോലെ ഞാൻ അവിടെ നിന്ന് വാ തുറക്കാൻ പഠിക്കുമായിരുന്നു കുറെ ദിവസം. അത് ഞാനിപ്പം എത്ര തുറക്കാൻ പറ്റും? ആ സമയത്ത് ഒട്ടും തുറക്കാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇത്രയൊക്കെ തുറക്കാൻ പറ്റിയ തന്നെ ഭാഗ്യമായിരുന്നു. അങ്ങനെ ഒരു ദിവസങ്ങളായിരുന്നു അതൊക്കെ. ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ വീട്ടുകാര് പറഞ്ഞ എന്താ വീട്ടുകാര് പറയാൻ എനിക്ക് എന്ത് വന്നാലും ചുമ്മാ പറയുന്ന പോലെ അങ്ങനെ ആദ്യം ദിവസമൊക്കെ അധികം തലകറങ്ങിയെന്ന് അവർക്ക് മനസ്സിലായ പണിയാണ്. പക്ഷെ എനിക്ക് ചില ഗുളികൾക്ക് ഇച്ചിരി പാടാണ് കേട്ടോ ദേഹത്ത് പിടിക്കാനൊക്കെ. എനിക്ക് ഓൾറെഡി ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രശ്നമൊക്കെ ഉള്ള കേട്ടോ. അതൊക്കെ അതൊരു നീണ്ട കഥയാണ്. എനിക്ക് കുറേയധികം ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഒരിടയ്ക്ക്. അതൊക്കെ ഇപ്പം മാറി എനിക്ക് ദൈവം സഹായിച്ച്. അതൊന്നും ഇനി വരാതിരിക്കട്ടെ. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ 1 വർഷത്തോളം കിടന്നങ്ങ് ഗ്യാസ്ട്രൈറ്റിസും എല്ലാം കൂടെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അതൊക്കെ അങ്ങനെ ഇതുണ്ട്. ഗ്യാസ്ട്രൈറ്റിസ് വന്ന് വൊമിറ്റിംഗ് ആയിട്ട് എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് കുറേ ദിവസം കുറേ ദിവസം എന്നല്ല, മാസങ്ങളോളം ഹോസ്പിറ്റലിലായിരുന്നു. അതായത് വന്നും പോയി എല്ലാ ആഴ്ച 2 വട്ടം ട്രിപ്പൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ദിവസങ്ങളുണ്ട്. അതൊക്കെ ഒരു ദിവസം. പക്ഷെ അത് ഇങ്ങനെയൊക്കെയാണ്. അതൊക്കെ വരും. അങ്ങനെ പിന്നെ ഓരോരോ ദിവസങ്ങൾ കടന്ന് പോയി. അങ്ങനെയൊക്കെ നീര് കൂടിയും കുറഞ്ഞും ഒക്കെ ഇന്ന് അവസാനമൊക്കെ അവൻ സ്റ്റിച്ച് പൊട്ടിയവൻ കുറച്ചധികം പേടിച്ചാട്ടോ. എന്നുവെച്ചാൽ എനിക്ക് പിന്നെ ബ്ലഡ് വരാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. അതൊക്കെ പക്ഷെ ഇപ്പം നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യായി മാംസം ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്ന പോലെ നമുക്ക് പല്ലിലേക്ക് ആ മാംസം മൊത്തം അകത്തോട്ട് കയറി വന്നിരിക്കുക. അപ്പൊ എനിക്ക് അழைക്കാൻ വരെ തുടങ്ങി. എനിക്ക് എന്റെ പല്ലിന്റെ അലൈൻമെന്റ് എല്ലാം തെറ്റി പോലെ എനിക്ക് മനസ്സിൽ തോന്നി. എന്ന് വെച്ചാൽ കടിക്കുമ്പോൾ പല്ല് അങ്ങനെയൊക്കെ വളഞ്ഞൊക്കെ പോകുന്ന പോലെ എനിക്ക് തോന്നിയേ. വളഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ അതിനൊക്കെ കടിക്കാൻ പറ്റില്ല, നീരൊക്കെ അടിക്കണ്ടേ. പിന്നെ ഇങ്ങനെ അങ്ങനെയൊക്കെ പോയി കുറെ ദിവസം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഡോക്ടറിനെ ഒന്നുകൂടെ പോയി കാണിച്ച്. അപ്പം ഡോക്ടർ പറഞ്ഞതാണ്, അപ്പൊ ആ സമയത്ത് പറഞ്ഞ ഈ സ്റ്റിച്ച് പൊട്ടിയ എനിക്കെന്ന് പോലെ കൊണ്ട് കാണിക്കാന്നൊക്കെ പറഞ്ഞ അങ്ങനെ കൊണ്ട് കാണിച്ച് കുറെ കുഴപ്പമില്ല. അത് പോകേണ്ട സ്റ്റിച്ച്, അത് കുഴപ്പമൊന്നുമില്ല. അത് 3-ാമത്തെ ദിവസം ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് അടുത്ത ദിവസം കണ്ട കുഴപ്പമില്ല, അതൊക്കെ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ എപ്പം പിന്നെ ആ ഡോക്ടർ 4 വിരല് വായി കയറ്റുന്ന രീതി വാ തുറക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇരിക്കുന്നു ആ ദിവസങ്ങൾ. പിന്നെ അവസാനമൊക്കെ അതായത് പിന്നെ എനിക്ക് പക്ഷെ എപ്പോഴും തലകറക്കമൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തലകറങ്ങി വീഴുന്ന പോലൊക്കെ വരും. അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് ഭയങ്കര പെയിൻ നല്ലപോലെ സഹിക്കാനുണ്ട് പെയിൻ. പക്ഷെ അത് എനിക്കുള്ള ഇതായിരിക്കും ചിലപ്പോൾ. നിങ്ങൾക്ക് നല്ലപോലെ ഹോൾഡ് ചെയ്യാൻ പറ്റും ചില പെയിൻ. ആൻഡ് ഇത് കണ്ടിട്ട് ചെയ്യാതിരിക്കരുത് ഉള്ളൂ. പക്ഷെ എന്റെ ഈ പല്ലും ഇങ്ങനെ ഇടിച്ചിരിക്കുവാണ് ഇപ്പുറത്ത്. അതിന്റെ നമുക്ക് മേല് വന്നെങ്കിൽ പല്ലിന്റെ വേരുമായിട്ട് ഇടിച്ചിരിക്കുക. നിങ്ങൾ എക്സ്ട്രാ കണ്ടിട്ടോ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. അങ്ങനെ ഇടിച്ചിരിക്കുവാണ്. അപ്പൊ അതിന്റെ വേദന ഉണ്ട് എനിക്ക്. അപ്പം പിന്നെ ഇനിയിപ്പം അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെന്തുവാ, നമുക്കിപ്പോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ 600 സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്നു. എന്റെ ഡ്രീം എനിക്ക് എപ്പോഴെങ്കിലും നമുക്കൊരു നല്ലൊരു ഫാമിലി ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ട്. പക്ഷെ ഈ 600 എന്ന് പറയുന്നത് അത്യാവശ്യം ചില്ലറ ഫാമിലി അല്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി നന്ദിയുണ്ട്. 600 എങ്കിൽ 600 ഉണ്ട്. 600 പേരെ വെച്ച് നമുക്ക് നല്ലൊരു ഫാമിലി ബിൽഡ് ചെയ്തെടുക്കാം. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇപ്പം വീഡിയോസ് കുറവുള്ളത് എന്റെ ഫോൺ. എനിക്ക് ഫോൺ ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ ഇപ്പം ഒരു റിയൽമിയുടെ സെറ്റിലാണ് എടുത്തോണ്ടിരിക്കുന്നത്. അത് എനിക്ക് ഫ്രണ്ട് ക്യാം ഒന്നും ഈ ഫോണിൽ ഫ്രണ്ട് ക്യാം വർക്കിംഗ് അല്ലേ ഇപ്പൊ. ഞാൻ പണ്ട് ഉപയോഗിച്ചിട്ട് നോക്കിയയുടെ 3.1 സംതിങ് 3.2 വെർഷൻ ആയിരുന്നു. അതിന്റെ ഫ്രണ്ട് ക്യാം. അപ്പൊ എനിക്ക് ഫ്രണ്ട് ക്യാം ആണെങ്കിൽ നമുക്ക് വല്ല വീഡിയോസും എടുക്കാണ്ടൊരു മൂഡ് കിട്ടത്തുള്ളൂ. ഇപ്പൊ ഈ ബാക്ക് ക്യാം വെച്ചിട്ട് ഇപ്പൊ ഫ്രെയിം കറക്റ്റ് ആണെന്നൊക്കെ ഉറപ്പിക്കുന്നത് എന്റെ നേരെ പുറകെ എന്റെ റൂമിലെ കബോർഡ് ഉണ്ട്. കബോർഡിലേക്ക് ഏറെക്കുറെ ഞാൻ ബാക്ക് നോക്കുന്നുണ്ട്. ഇതിന് തൊട്ട് പുറകെ ഞാൻ എന്റെ കബോർഡിന്റെ ഗ്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്ത് ഇപ്പൊ
നിങ്ങൾ ഫോണിന്റെ ഫ്രെയിം എന്റെ ഫ്രെയിം എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്ന രീതി വെച്ചേക്കുവാണ്. അങ്ങനെയൊക്കെ വെച്ചാണ് ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തോണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഒരു നല്ല രീതി എടുക്കണമൊക്കെ പറയുന്ന വീഡിയോസ് ആണ്, അതുകൊണ്ടാണ് ലാഗ് ആയത്. അന്നേരം ചെയ്യാൻ പിന്നെ അന്നേരം ഒരു മാസം അതിനു മുമ്പ് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എനിക്ക് ആങ്സൈറ്റി ഭയങ്കരമാണ്. എന്തെങ്കിലും ഒരു സർജറിയോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് തപ്പി ഇരിക്കും. എനിക്ക് തോന്നുന്ന ഓപ്പറേഷനൊക്കെ മുമ്പ് വരെ കുറെ ദിവസം എന്റെ വാച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഉള്ള ഫോറിനേഴ്സിന്റെ എല്ലാം വിസ്റ്റം ടൂത്ത് റിമൂവൽ സർജറിയാണ് എന്റെ വാച്ച് ഹിസ്റ്ററിയിൽ. അമ്മാര് എനിക്ക് എന്തായിരിക്കും ഉള്ളത് എന്നൊക്കെ ഉള്ള സംഭവമായിരുന്നു. പിന്നെ ഒരു കാര്യം, ഫുഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മളിപ്പോ കഞ്ഞിയൊക്കെ കഴിക്കാം, പക്ഷെ ചൂടുവെള്ളം ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞ്. പിന്നെ നമ്മള് തണുത്ത ആഹാരങ്ങൾ കഴിച്ചാൽ നല്ല കേട്ടോ. ഇപ്പം ചെയ്യുന്നവർക്ക് പറയാം, നല്ല തണുത്ത ആഹാരം കഴിക്കുകയാണെങ്കിൽ ആശ്വാസം കിട്ടും. നമുക്കൊക്കെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ആ മുറിവിന്റെ ഭാഗത്തൊക്കെ തണുത്ത, പക്ഷെ അതിന്റെ ഐസ്ക്രീം ഒക്കെ എടുത്ത് അവിടെ വെക്കുകയാണെങ്കിൽ പിന്നെ ഭാഗം കഴിക്കളാണ് കേട്ടോ. നീ ഇവിടെ പഴുത്ത പ്രശ്നമാവും, പക്ഷെ ഉണ്ടല്ലോ ആശ്വാസം കിട്ടും. ഞാൻ ഇടയ്ക്ക് വെച്ചൊക്കെ ഐസൊക്കെ ഇല്ല, എനിക്ക് ഐസ് ഭയങ്കര ഇഷ്ടമായിട്ട്. പിന്നെ ആ സമയത്തൊക്കെ എനിക്ക് ഐസ് ഞാൻ പൊട്ടിച്ചിട്ട് നമുക്ക് ഇവിടേക്കൊക്കെ ഇങ്ങനെ അകത്തോടൊക്കെ ജസ്റ്റ് അത് ആദ്യമത്തെ ദിവസം വെക്കല്ല കേട്ടാ. ഞാനിത് വെച്ച് ഒരാഴ്ച ആറായപ്പോഴാണ്, അപ്പൊ മുറിവിൽ അത്യാവശ്യം പോകത്തത്. അതുകൊണ്ട് ഐസ് വെക്കുമ്പോൾ നല്ല ആശ്വാസം ഉണ്ടായത്. അങ്ങനെയൊക്കെ അപ്പൊ ഇവിടൊക്കെ എനിക്ക് ഭയങ്കര അന്നൊക്കെ ഇവിടെ തൊട്ട് ഇങ്ങോട്ട് മൊത്തം ഈ തലയൊക്കെ വിങ്ങി നിൽക്കുമായിരുന്നു. അമ്മാര് വേനയായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയായിരുന്നു. അത്രയൊക്കെ ഉള്ളു കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞ 600 സബ്സ്ക്രൈബേഴ്സിനെ വെച്ചിട്ടാണെങ്കിലും ഇതിപ്പോ കോയാക്കേന്റെ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ആയിരിക്കും, അതെനിക്കറിയാം. അതൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ഓഡിയോ എങ്ങനെയാണെന്ന് പറയണേ. നമ്മളിപ്പോ നല്ല മൈക്ക് ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പൊ നമ്മൾ 2 മൈക്ക് വെച്ചിട്ടൊക്കെയാ സംസാരിക്കുന്നത്. അപ്പം ഓഡിയോക്ക് പ്രശ്നമൊന്നും കാണത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു അതിപ്പോ എടുത്തു പറയാൻ കാരണം വെച്ചാൽ കുറെ പേർക്ക് ഓഡിയോ ക്വാളിറ്റി നല്ല ആക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓഡിയോ ക്വാളിറ്റി അപ്പൊ ഞാൻ നന്നാക്കാൻ ശ്രമിച്ചു. എനിക്കിപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് രണ്ടും കുഴപ്പമില്ലാത്ത ഒരു ഓഡിയോ ക്വാളിറ്റിയാന്ന് തോന്നുന്നു വെച്ചിട്ട്. പിന്നെ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യം, അത് നമുക്ക് ഒരു 2 മാസം ഞാൻ 2-3 മാസം 2 മാസത്തിൽ തന്നെ ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഒരു ഫോണിലാണ് ഞാൻ എടുത്തോണ്ടിരിക്കുന്നത്. നമുക്കിപ്പോ നല്ലൊരു സെറ്റ് വാങ്ങിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെ പൈസ കൂടി സെറ്റ് ഒന്നും അല്ല കേട്ടോ, നോർമൽ സെറ്റിൽ തന്നെ നോക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ലൊരു ക്യാമറ പോലത്തെ സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മൾ നോക്കാം. അതൊക്കെയാണ്, ഇത്രേ ഉള്ളൂ. ഇതിപ്പം തന്നെ ഒരു അരമണിക്കൂറുടെ ഒരു വീഡിയോ ആയി കാണുമല്ലോ, നിങ്ങൾ നോക്കി കാണാം. എനിക്കറിയാം ഞാൻ എഡിറ്റ് ചേർക്കണമല്ലോ. ആൻഡ് അതൊക്കെയാണ് ഇപ്പോഴത്തെ വീഡിയോസ് വരുന്നത്. പിന്നെ നമ്മുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. പിന്നെ എല്ലാരും പറയുന്നത് അതിപ്പോ ഞാൻ പിന്നെ എക്സാമിന്റെ കാര്യം ഞാൻ റിവ്യൂ ആയിട്ട് ചെയ്യാൻ വേണമെങ്കിൽ, ഫിസിക്സ് പാടായിരുന്നു എല്ലാവർക്കും എന്ന് പറഞ്ഞു. എനിക്കും പാടായിരുന്നു. കെമിസ്ട്രി കുഴപ്പമില്ലാത്തതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി കെമിസ്ട്രിയും കൂടെ പാടാണെങ്കിൽ പണി കിട്ടും ചിലപ്പോൾ. പക്ഷെ എന്തായാലും ജയിക്കും കേട്ടോ. ഞാൻ എന്തായാലും ജയിക്കും, അതെനിക്ക് തോന്നുന്നു കേട്ടോ, അറിയില്ല. ഇത് കട്ട് ചിലപ്പോ ചെയ്യും, കട്ട് ചെയ്തെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ട്. കട്ട് ചെയ്തെങ്കിൽ ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, അപ്പൊ കട്ട് ചെയ്തിട്ടില്ല. പിന്നെന്തുവാട് വേറെ പറയാൻ, നിങ്ങൾക്ക് ഈ ഭാഗം ഒന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്നൊരു കമന്റ് ഇടണേ. ഒന്ന് കാണുന്നുണ്ടെന്ന് പറഞ്ഞൊരു കമന്റ് ഇടണം. അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഇമോജി എങ്കിലും ഒന്ന് കമന്റ് ഇടണം പ്ലീസ്. ആരെങ്കിലും ലാസ്റ്റ് വരെ കാണുന്നുണ്ടെന്ന് അറിയാൻ ഉള്ള കൊതി കൊണ്ട്. ഓക്കെ, സീരിയസ് ആയിട്ട് പറയുക. ആരെങ്കിലും ഇപ്പൊ ഒരു 100 പേര് കണ്ട് നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ ഒരാളെങ്കിലും ലാസ്റ്റ് വരെ ഒന്ന് കാണുന്നുണ്ടെന്ന് അറിയണമല്ലോ. ഉണ്ടെങ്കിൽ കമന്റ് ഇടാനുള്ള മടി കൊണ്ട് പോകരുത്. ഒരു കമന്റ്, ഒരു ഹാർട്ട് ഇമോജി, അല്ല ഹാർട്ട് ഇമോജി പോരാ, അവര് കണ്ടു എന്ന് പറഞ്ഞിട്ട് യെസ് എന്നോ അല്ലെങ്കിൽ കണ്ടു എന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട്, എന്നാലും ഹാർട്ട് ഇമോജി ഒക്കെ നോർമലി വരും. അപ്പോൾ അതുകൊണ്ട് കണ്ടു എന്നോ എന്തെങ്കിലും പറഞ്ഞിടാവോ. ആരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ ഇപ്പോഴും സപ്പോർട്ടിന് മതി. ആൻഡ് പിന്നെ നമ്മൾ സോബ്രാൻഡ് ഇപ്പം ഇച്ചിരി ലോ ഡൗൺ ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അതായത് എനിക്ക് എക്സാം ആണ്, പിന്നെ നമുക്ക് നമ്മുടെ സെയിൽസിന് നമുക്ക് ചെറിയതായിട്ടൊന്ന് ലോ ഡൗൺ ചെയ്ത് വെച്ചേക്കുവാണ്. പക്ഷെ ഓൺലൈനിലൊക്കെ ഉള്ള എല്ലാം അതേപോലെ തന്നെ പോകുന്നുണ്ട്. ആൻഡ് ഇപ്പൊ നമ്മൾ കുറെ അധികം വെറൈറ്റി, 15ഓളം വെറൈറ്റി നമ്മുടെ സോപ്പിൻ്റെ ഉണ്ട്. ആൻഡ് അത്രയൊക്കെയാണ് നമ്മുടെ സോപ്പിന്റെ വരുന്നത്. പിന്നെ നമ്മൾ ആൾക്കാർക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. പിന്നെ അതായത് നമ്മൾ DTDC വരെയോ അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് വരെയോ ഹോം ഡെലിവറിയോ ഉണ്ട്.
അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക, അത്രേ ഉള്ളൂ പറയാനായിട്ട്. ഇതിപ്പം ഭയങ്കര ബോറായി കാണും കേട്ടോ വീഡിയോ. എനിക്ക് അറിയത്തില്ല എന്താ സംഭവം, എനിക്കും ഒന്നും പറയാൻ കിട്ടുന്നില്ല. പക്ഷെ ഞാൻ കുറെ എന്തൊക്കെ പറയണമെന്ന് വിചാരിച്ചോണ്ട് ഞാൻ ഇപ്പൊ ഉടനെ പെട്ടെന്ന് ഇന്നൊരു ദിവസം അങ്ങ് പ്ലാൻ ചെയ്ത് അങ്ങ് എടുത്ത വീഡിയോ ആട്ടെ ഇത്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ. ടാറ്റാ ബൈ ബൈ. ഇതിപ്പം 12 മണിയാട്ടെ വീഡിയോ എടുക്കുമ്പോ, 12 മണി എന്തോ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പോയി കിടന്ന്. ഇപ്പൊ ശനിയാഴ്ച, മറ്റന്നാള് കെമിസ്ട്രിയുടെ എക്സാം ഉണ്ട്, പഠിക്കണം. ഞാൻ പഠിക്കാറുണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ലാത്ത അവസ്ഥ. ഇപ്പം മിക്കവാറും താഴെ അമ്മ കമന്റ് എഴുതി എപ്പോഴാണ് പഠിച്ചെന്ന് ചോദിക്കും വേണമെങ്കിൽ. അതങ്ങനെ സംഭവമാണത്. അത്രയൊക്കെ ഉള്ളു. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.